എസ് കെ ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9th ചാപ്റ്റർ, അതായത് ഹിന്ദി ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, हार जीत तो ज़रा ज़रा सी बातों से तय होती है, इस पर अपना विचार प्रकट करें. ജയവും പരാജയവും അകാര്യങ്ങൾക്ക് വേണ്ടി നിർണ്ണയിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക. फुटबॉल खेलते समय शायद एक टीम फाउल हो सकती है या फुटबॉल पर हाथ के छूने से हार तय होती है. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു ടീം ഫൗൾ ആകുമ്പോഴോ അല്ലെങ്കിൽ ഫുട്ബോളിൽ കൈകൊണ്ട് തൊടുമ്പോഴോ പരാജയം സംഭവിച്ചേക്കാം. क्वेश्चन नंबर 2, जीतने के लिए गलत रास्ता अपनाने के संबंध में आपका मत क्या है? അതായത് ജയിക്കാൻ വേണ്ടി തെറ്റായ മാർഗം സ്വന്തമാക്കുന്നതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ജീത്തനെ के लिए गलत रास्ता अपनाना सही बात नहीं है. ജയിക്കാൻ വേണ്ടി തെറ്റായ വഴി സ്വീകരിക്കുന്നത് ശരിയായ കാര്യമല്ല. ക്യോംകി खेल में हार या जीत ज़रूर हो सकती है. എന്തുകൊണ്ടെന്നാൽ കളിയിൽ പരാജയവും ജയവും ഉണ്ടാകാം. ഇൻമേ സേ ഏക് കാ സാമന കർണ ആവശ്യ ഹെ. അതിനെ ഏതിനെങ്കിലും ഒന്ന് നേരിടുക എന്നുള്ളത് അത്യാവശ്യമാണ്. क्वेश्चन नंबर 3, लोगों के दिल में जगह पाने के लिए हुनर के साथ मुस्कान की भी ज़रूरत है. ये कहाँ तक सही है, क्यों? ജനമനസ്സിൽ ഇടം നേടാൻ വേണ്ടി ചാതുര്യത്തോടൊപ്പം പുഞ്ചിരിയും ആവശ്യമാണ്. ഇത് എത്രത്തോളം ശരിയാണ്, എന്തുകൊണ്ട്? ये सही बात है कि लोगों के दिल में जगह पाने के लिए हुनर के साथ मुस्कान की भी ज़रूरत है. ഇത് ശരിയാണ്. അതായത് ആളുകളുടെ മനസ്സിൽ ഇടം നേടാൻ ചാതുര്യത്തോടൊപ്പം പുഞ്ചിരിയും ആവശ്യമാണ്. क्योंकि प्रेक्षकों के मन में इससे एक प्रकार के सुकून होती है. കാരണം പ്രേക്ഷകരുടെ മനസ്സിൽ ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള സംതൃപ്തി ഉണ്ടാകുന്നു. क्वेश्चन नंबर 4, कई कठिनाइयों के शिकार होने के बावजूद पेले ने लोगों के दिल पर राज किया. ये कैसे संभव हो सका? ധാരാളം കഷ്ടപ്പാടുകൾക്ക് വിധേയനായിട്ടും പെലെ ജനമനസ്സിൽ ഇടം നേടി. ഇത് എങ്ങനെയാണ് സാധ്യമായത്? पेले ने पूरे आत्मविश्वास, हिम्मत और दृढ़ निश्चय से फुटबॉल खेलना शुरू किया. പെലെ പരിപൂർണമായ ആത്മവിശ്വാസം, ധൈര്യം, ദൃഢനിശ്ചയം എന്നിവ കൊണ്ട് ഫുട്ബോൾ കളി ആരംഭിച്ചു. ഉൻകെ മുഖ് മേ കേൽനെ കെ സാത്ത് ഹൂണർ ഓർ മുസ്കാൻ തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കളിയോടൊപ്പം ചാതുര്യവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. ഫുട്ബോൾ കി ലോകപ്രിയത പെലെ കെ സാത്ത് ദുനിയാ ഭർ ബി ഫെലി. പെലെയോടൊപ്പം ഫുട്ബോൾ പ്രിയം ലോകം മുഴുവനും വ്യാപിച്ചു. ഇസ് പ്രകാർ കൈ കഠിനായിയോं के शिकार होने बावजूद उन्होंने लोगों के दिल पर राज किया. അങ്ങനെ ധാരാളം കഷ്ടപ്പാടുകൾക്ക് വിധേയമായിട്ടും അദ്ദേഹം ജനമനസ്സിൽ ഇടം നേടി. നമ്പർ 5, പെലെ ജैसे അമർ रहने के लिए आप अपनी ज़िंदगी को कैसा जीना चाहेंगे? അതായത് പെലെയെ പോലെ അനശ്വരനാകാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. പക്ഷേ അതിന് ഞാനിവിടെ ഒരു ആൻസർ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പോലെയും എഴുതാം. മേ ക്രിക്കറ്റ് കാ കിലാടി ബനൂങ്ക. ഞാൻ ക്രിക്കറ്റിൻ്റെ കളിക്കാരനാകും. മേ സബ്കെ ദിൽ മേ ജഗഹ് പാക്കർ ബെഹത്തർ കിലാടി ബനൂങ്ക. ഞാൻ എല്ലാവരുടെയും മനസ്സിലിടം നേടി ഒരു നല്ല കളിക്കാരനായി മാറും. ഓർ അമർ രഹൂങ്ക. അങ്ങനെ ഞാൻ അനശ്വരനാകും. क्वेश्चन नंबर 6, अंतर्राष्ट्रीय फुटबॉल से रिटायर होने पर पेले के बारे में आए समाचार तैयार करें. അതായത് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ആയ പെലെയെക്കുറിച്ച് വന്ന ഒരു പത്രവാർത്ത തയ്യാറാക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം പത്രവാർത്ത തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് അതിൽ വേണ്ടതെന്നുള്ളത്. മെയിനായിട്ട് വേണ്ടത് ഹെഡിങ് വേണം, പിന്നെ സ്ഥലം എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ അത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ഹെഡിങ് കൊടുക്കാം. ഫുട്ബോൾ കെ രാജ പെലെ റിട്ടയർ ഹോ ഗയെ. അതാണ് നമ്മുടെ ഹെഡിങ്. ഫുട്ബോളിൻ്റെ രാജാവ് പെലെ റിട്ടയറായി. സ്ഥലം മിനാസ് ഗരായ്സ്, അതാണ് സ്ഥലം. ആ സ്ഥലത്താണ് നടന്നത്. അപ്പോൾ എന്താണ് നോക്കാം.
फुटबॉल के दिल का राजा पेले कल फुटबॉल खेल से റിട്ടയർ हो गए. ഫുട്ബോളിൻ്റെ രാജാവ് പെലെ ഇന്നലെ ഫുട്ബോൾ കളിയിൽ നിന്നും റിട്ടയറായി. रिटायर होने के समारोह में उनके परिवार वाले, विश्व के प्रमुख खिलाड़ी, उनके मित्र और ब्राज़ील के राष्ट्रपति भी भाग लेते थे. ആ റിട്ടയർ ആകുന്ന ആ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പിന്നെ ലോകത്തിലെ പ്രമുഖരായ മറ്റ് കളിക്കാർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ ബ്രസീലിലെ രാഷ്ട്രപതി എന്നിവരും പങ്കെടുത്തിരുന്നു. രാഷ്ട്രപതി ദ്വാര ഉൻകോ ബഡിയ ഇനാം ദിയാ ഗയ. രാഷ്ട്രപതി അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള ഒരു സമ്മാനം തന്നെ നൽകി. उन्होंने नए फुटबॉल खिलाड़ियों को ज़्यादा प्रोत्साहन देने के लिए एक अच्छे मैदान को अपने देश के लिए समर्पण किया. അദ്ദേഹം ഫുട്ബോൾ കളിക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നല്ല മൈതാനവും തൻ്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 7, പെലെക്ക് ജീവനി തയ്യാർ കരെ. അതായത് പെലെയുടെ ജീവചരിത്രം തയ്യാറാക്കുക. അപ്പോൾ അതിന് ഞാൻ വളരെ ചുരുങ്ങിയ വേർഡ്സിലാണ് നിങ്ങൾക്ക് ഞാൻ പെലെയുടെ ജീവചരിത്രം ഇവിടെ തന്നിട്ടുള്ളത്. അത് നന്നായി പഠിക്കുക. എക്സാമിന് വരികയാണെങ്കിൽ നന്നായി എക്സാം എഴുതുക. പെലെ കാ അസ്ലി നാം എഡ്സൺ അരാഞ്ചസ് ഡോ നസിമെൻറ്റോ ഹെ. പെലെയുടെ യഥാർത്ഥ പേര് എഡ്സൺ അരാഞ്ചസ് ഡോ നസിമെൻറ്റോ എന്നാണ്. ഉൻകെ പിത ക്ലബ്ബ് സ്തർ പർ ഫുട്ബോൾ ഖേൽ കർത്തേ തെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്ലബ്ബുകളിലായിരുന്നു ഫുട്ബോൾ കളിച്ചിരുന്നത്. ഉൻകി മാ ഗൃഹിണി തി. അദ്ദേഹത്തിൻ്റെ അമ്മ ഹൗസ് വൈഫായിരുന്നു. വേ കബി സ്കൂൾ നെഹി ഗയെ. അദ്ദേഹം സ്കൂളിൽ പോയിരുന്നില്ല. ചൗത്തി കക്ഷാ മേ സ്കൂൾ കെ ദിനോ മേ ഫുട്ബോൾ ഖേൽനെ കെ കാരൺ നിക്കാലെ ജാനെ കെ ബാദ് പെലെനെ അപ്നി പഠായി ചോട് ദി. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുള്ള ദിവസം ഫുട്ബോൾ കളിക്കാൻ പോയത് കാരണം സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കിയതിന് ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും പിന്നെ സ്കൂളിലേക്ക് പോയില്ല. അദ്ദേഹത്തിൻ്റെ പഠനം ഉപേക്ഷിച്ചു. ഉനോനെ 16 साल की उम्र में ब्राज़ील की राष्ट्रीय टीम के लिए खेलना शुरू किया. അദ്ദേഹം തൻ്റെ 16 വയസ്സിൽ ബ്രസീലിൻ്റെ രാഷ്ട്രീയ ടീമിൽ കളിക്കാൻ ആരംഭിച്ചു. उन्होंने 3 फीफा विश्व कप जीता है जो है 1958 और 1962 और 1970 में जीता है. അതായത് 1958 സ്വീഡനിലും 1962 ചിലിയിലും 1970 മെക്സിക്കോയിലും കളിച്ച 3 വിശ്വകപ്പ് വേൾഡ് കപ്പ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ 3 വേൾഡ് കപ്പ് കളിച്ചിരുന്ന 3 വേൾഡ് കപ്പും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ഉൻകാ നിധൻ 29 दिसंबर 2022 का 82 साल की उम्र में हुआ. അദ്ദേഹത്തിൻ്റെ മരണം 29 ഡിസംബർ 2022 82 വയസ്സായപ്പോഴാണ് നടന്നത്. അതായത് ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 3 വർഷമാകുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് 2022 അന്ന് അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു പ്രായം. ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ഇനി ഇതിന് പുറമെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റീസ് ഒന്നും ഞാനിതിൽ കൊടുത്തിട്ടില്ല. അപ്പം ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ